ജീവിതം സാക്ഷിയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ജഡ്ജിംഗ് പാനലിനെ പരിചയപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് ശ്രീ KR ജിനൻ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി V മായ, സൈക്കോളജിസ്റ്റ് ശ്രീമതി കലാഷിബു. അച്ഛനും അമ്മയും എന്ത് ആഹാരം കഴിച്ചാലും നമുക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ആലോചിക്കും, നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കഴിച്ചു വന്നു. അങ്ങനെ ചിന്തിക്കാത്ത അപൂർവം അച്ഛനമ്മമാരെ ഉണ്ടാവുള്ളൂ. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഏറെയും, പ്രത്യേകിച്ചും അമ്മ തനിക്കുള്ളത് തൻ്റെ കയ്യിൽ എന്തുണ്ടോ അത് എല്ലാ മക്കൾക്കും തുല്യമായിട്ട് വീതിച്ച് കൊടുക്കണം എന്നുള്ളതാണ് ഒരു അമ്മയുടെയും അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെയും ധർമ്മം. ഇന്നിപ്പോൾ അമ്മയ്ക്കും അച്ഛനും സാമ്പത്തികമായിട്ട് കുറച്ച് എന്താ പറയുക സ്വത്തോ പണമോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അത് വീതിക്കുന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ന്യായമായ രീതിയിൽ അച്ഛനോ അമ്മയോ പെരുമാറിയാൽ അല്ലെങ്കിൽ പ്രവർത്തിച്ചാൽ ഇത്തരം ഒരു വേദിയിലേക്ക് വരേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. എറണാകുളത്തിനടുത്ത് കോലഞ്ചേരിയിൽ നിന്നും ലിസിയാണ് ഇന്നത്തെ പരാതിക്കാരിയായിട്ട് എത്തിയിരിക്കുന്നത്. ലിസിയുടെ പരാതി എന്തുകൊണ്ട് അമ്മ എന്നോട് മാത്രം പക്ഷപാതപരമായി പെരുമാറുന്നു എന്നുള്ളതാണ്. ലിസിയുടെ വിദ്യാഭ്യാസം SLC വരെ. തുടർന്ന് പഠിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? തുടർന്ന് ഞാൻ പോയില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാരണം വിട്ടില്ല. പിന്നെ ഒന്നും പോയില്ല. കമ്പനിയിൽ പോയി, കുറച്ചാൾ മിഠായി കമ്പനിയിൽ പോയി, പിന്നെ കുറച്ചാൾ തുണിക്കടയിലായിരുന്നു നിന്നത്. അപ്പം അങ്ങനെ തുണിക്കടയിൽ നിന്നപ്പോൾ എൻ്റെ ഒരു ചെറുക്കൻ ഇഷ്ടമായിരുന്നു. അത് ഇവിടെ ചൂണ്ടിയിൽ മിൽമ ബൂത്തിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ വന്ന് ചോദിച്ചു, അവളെ കെട്ടിച്ചു തരാമോ എന്ന് ചോദിച്ചു. കെട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങൾക്ക് തരാനൊന്നുമില്ല സാമ്പത്തികമായിട്ട്. 12 സെന്റ് സ്ഥലമുണ്ട്, അതിലൊരു വീതം കൊടുത്തേക്കാന്നായിരുന്നു പറഞ്ഞു. 12 സെന്റ് ഉണ്ട്. 12 സെന്റ് വീടും ഉണ്ട്. അവിടെ താമസിച്ചായിരുന്നു. അന്നേരം ഇപ്പൊ ഞങ്ങക്ക് കല്യാണം നടത്താൻ സാമ്പത്തികമില്ല, ഒന്നുമില്ല. ഞങ്ങക്ക് ഒരു വീതം 2 മക്കളെ എനിക്കുള്ളൂ, അതിലൊരു വീതം തന്നേക്കാന്ന്. 3 പേരുണ്ടായിരുന്നു, ഒരാൾ മരിച്ചുപോയി. എന്നിട്ട് കല്യാണം കഴിഞ്ഞു. ആദ്യം ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തു. അച്ഛനും ഒക്കെ ഇഷ്ടമായിരുന്നു കല്യാണം? അച്ഛനും ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പനുണ്ടെങ്കിൽ അപ്പൻ വേറെ കല്യാണം കഴിച്ചു പോയി. അദ്ദേഹം വന്ന് നടത്തി തരുമൊന്നുമില്ല? ഒന്നുമില്ല. അമ്മ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ 3 മക്കളുണ്ടായി. ഞങ്ങള് കല്യാണം കഴിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അപ്പനിൽ നിന്ന് സ്വത്തോ ഇതൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങളെ നോക്കിയിട്ടുമില്ല. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടില്ല. അവർക്ക് പണമുള്ള കാരണം ഞങ്ങൾ അതിനൊന്നും ശ്രമിക്കാറില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഏത് വയസ്സിലാ പോയത്? നിങ്ങളുടെ എത്രാമത്തെ വയസ്സിലാ അദ്ദേഹം പോയത്? അദ്ദേഹം പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനിയത്തി മരിച്ച ശേഷം പിന്നെ വീട്ടിൽ വന്നിട്ടില്ല. അനിയനും ഉണ്ടായി കഴിഞ്ഞു, വരുമായിരുന്നു. അവിടെ അടുത്ത് തന്നെ പുള്ളിക്കാരൻ്റെ വീടും വരുമായിരുന്നു. പുള്ളിക്ക് 3 മക്കളും ഉണ്ട്, 3 പെൺപിള്ളേർ. രണ്ടാമതും കല്യാണം കഴിച്ചാല് ഉണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പിന്നെ ചോദിച്ചില്ല. അപ്പൊ ഇദ്ദേഹം വന്നു. ഇദ്ദേഹത്തിന്റെ പേര് വർഗീസ് അല്ലേ? വർഗീസ്. അദ്ദേഹം വന്നു, കല്യാണം കഴിച്ചു. പുള്ളി അവിടെ പള്ളിയിൽ കൊണ്ടുവച്ച് മാമോദീസം മുക്കി കെട്ടി. അങ്ങനെ കല്യാണം നടന്നു. ആരും കൂടിയൊന്നുമില്ല. പുള്ളി അവിടെ പള്ളിയിൽ വെച്ച് തന്നെ കെട്ടി. അവിടെ നാട്ടുകാരൊക്കെ കൂടി നടത്തി. അവിടെ പുള്ളിയുടെ വീട്ടിൽ കെട്ടിക്കയറുക ചെയ്ത. എനിക്ക് സ്ത്രീധനായിട്ട് ഒന്നും തന്നിട്ടില്ല. ഈ മാമോദീസം മുക്കി എന്ന് പറഞ്ഞ ആരെയാ പറ്റിയാ പറഞ്ഞേ? എന്നെ മാമോദീസം മുക്കി. ഞങ്ങൾ ഹിന്ദു സമുദായത്തിൽ പെട്ടതായിരുന്നു. വേറെ സമുദായത്തിൽപ്പെട്ടതാണ്? അമ്മ ഹിന്ദു സമുദായത്തിൽ പെട്ടതായിരുന്നു. അപ്പം പിന്നെ അദ്ദേഹത്തിന്റെ സമുദായത്തിൽ പോയി നിങ്ങൾ മാമോദീസം മുക്കി കല്യാണം കഴിച്ചു. അവരെ മാമോദീസം മുക്കി. എൻ്റെ ഭർത്താവ് കൊണ്ടുപോയി മാമോദീസം മുക്കി. അവന് എൻ്റെ ആങ്ങളേനെ മാമോദീസം മുക്കി. ഇപ്പൊ കല്യാണം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു. ആങ്ങളയുടെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. എത്ര മക്കളാ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് 3 മക്കള്. 3 മക്കള്. 3 പേരും എത്ര പേരും? ഒരാള് ITI കഴിഞ്ഞു. 1 വർഷത്തെ കോഴ്സും കൂടി ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു പഠിച്ചത്. അവന് പോന്നു, അവിടെ നിന്ന് അവർ പറഞ്ഞു വിട്ടു. 2ാമത്തെ കൊച്ച് എബിനും അവിടെ നിന്നായിരുന്നു പഠിച്ചത്. 3ാമത്തെ എമിലി അവിടെ നിന്നായിരുന്നു പഠിച്ചത്. അത് 9ാം ക്ലാസ് മുതൽ എൻ്റെ അവിടെ നിന്ന് അടിമാലിയിൽ നിന്ന് കൊണ്ടുപോയത് മൂത്തവനെ. 2ാമത്തേനെ 7ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് കൊണ്ടുപോയത്. 3ാമത്തെ കുട്ടീനെ 3ാം ക്ലാസ് കഴിഞ്ഞപ്പോഴായിരുന്നു അവളെ കൊണ്ടുപോയത്. എന്നിട്ട് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ സ്വത്ത് ഇതിന്റെ പേരിൽ ചോദിച്ച കാരണം ഒക്കെ ഇതിനെ വിളിച്ചോണ്ട് പൊക്കിക്കൊള്ളണം, ഇറങ്ങി പൊക്കോളണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ തലേദിവസം വെളുപ്പിന് തന്നെ ഞങ്ങൾ പോന്നു. ഞങ്ങളോടൊന്നും എന്നാ കാരണമാണോ, നിങ്ങൾ എന്തിയെ പോകണേന്ന് ഒന്നും ചോദിച്ചില്ല. തലേദിവസം ചോറൊന്നും തിന്നില്ലായിരുന്നു. അമ്മ അവരൊന്നും ചോദിച്ചില്ല. എങ്ങനെ നിങ്ങൾ അറിഞ്ഞത്? പിന്നെ ഈ സ്വത്തിന്റെ തർക്കം ഉണ്ടാവാനുള്ള കാര്യം എന്താ? സ്വത്തിന്റെ തർക്കം എന്ന് പറഞ്ഞാൽ ഇത് ഇവന്റെ പേരിൽ മുഴുവൻ എഴുതി വെച്ചു. ഞാൻ അളമാരിൽ നോക്കിയപ്പോ ആധാരം കണ്ടായിരുന്നു. അവന്റെ പേരിലേക്ക് മുഴുവൻ എഴുതി വെച്ചേക്കുക സ്വത്ത്. ആങ്ങളുടെ പേരിൽ മുഴുവൻ എഴുതി കൊടുത്തു. ഈ കല്യാണത്തിന് അയാളുടെ കല്യാണത്തിനാണ് നിങ്ങൾ പോയിരിക്കുന്നത്? എന്നാ നിങ്ങൾ അറിയുന്നത്? അന്നാ ഞങ്ങൾ അറിയണത്. ആങ്ങളുടെ കല്യാണത്തിന് പോയപ്പോ
അവരുടെ കല്യാണം ആദ്യമേ രജിസ്റ്റർ കഴിഞ്ഞായിരുന്നു. ഞങ്ങള് അവരുടെ കല്യാണം മുടക്കൂന്നും പറഞ്ഞ ആദ്യമേ ഇവര് പോയി രജിസ്റ്റർ ചെയ്ത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞത്. അറിയിച്ചില്ല, ഒന്ന് കല്യാണം പോലും അറിഞ്ഞില്ല. പിള്ളേര് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. എന്റെ മൂത്ത മോനെ പോയി നോട്ടീസൊക്കെ കീറി കളഞ്ഞത്. അവിടെ ഒട്ടിച്ചു വെച്ചാൽ രജിസ്റ്റർ ഓഫീസിൽ 3-ാമത്തെ ദിവസം എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കീറി കളയൂല അവര്. മൂത്ത മോൻ പോയി അവരുടെ ഇത് കീറി കളഞ്ഞു. മൂത്ത മോനായിരുന്നു അവരൊക്കെ പോയത്. മക്കള് അപ്പോഴേ നിങ്ങൾ അറിഞ്ഞോ? അപ്പോഴാ ഞാൻ അറിഞ്ഞത് ആങ്ങളുടെ കല്യാണം അങ്ങനെ ഒരു പെണ്ണായിട്ട് സ്നേഹമായിരുന്നു, കല്യാണം കഴിഞ്ഞു എന്നൊക്കെ. എന്നെ ഒന്നും അറിയിക്കാറില്ല, എന്റെ അമ്മ പോലും എന്നെ വിളിക്കാറില്ല. അതിനു മുൻപേ പിള്ളേരെ ഇറക്കി വിട്ടോ അവിടുന്ന്? അതിനു മുമ്പ് ഇറക്കി വിട്ടില്ല, കല്യാണം കഴിഞ്ഞ പിന്നെ ഇറക്കി വിട്ടത്. കല്യാണത്തിന്റെ പിറ്റേന്ന് നിങ്ങൾ എല്ലാരും അവിടുന്ന് പോന്നു, മക്കളെ അവിടെ നിർത്തിയിട്ട് പോകും? ഇല്ല, മക്കളെയും കൊണ്ട് എല്ലാത്തിനും പോന്നു. മൂത്തവൻ മാത്രം അവിടെ നിന്നായിരുന്നു. മൂത്തവൻ അന്ന് രാത്രി എന്നെ വിളിച്ചു, പപ്പ ഞാനും പോവാ, ഞാൻ എന്തിനാ ഇവിടെ നിൽക്കണേ, എന്നോടും പൊക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അവനും ഇറങ്ങി പോന്നു. അമ്മയുടെ നിലപാടെന്താ? അമ്മയുടെ നിലപാട് അമ്മ സ്വത്തൊന്നും തരൂല എന്നാണ് പറയണത്. എനിക്കെല്ലാം തന്നതാ. കെട്ടിച്ചു വിട്ടപ്പോൾ എനിക്ക് 10 സെന്റ് സ്ഥലം ഒരു പെരയും പണിത് തന്നു. എനിക്ക് 5-6 പവന്റെ സ്വർണവും തന്നു എന്നാണ് പറയുന്നത്. എനിക്ക് 10 പൈസ പോലും തന്നിട്ടില്ല മാഡം. എനിക്ക് സ്ഥലവും തന്നിട്ടില്ല, പെരയും പണിത് തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. ചുമ്മാ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു ചെയ്തത് തന്നെ. വീതം തരാന്നും പറഞ്ഞ് എൻ്റെ ഭർത്താവിനോട് ചോദിച്ചു നോക്കാം. അല്ലെങ്കിൽ അവിടെ ഞങ്ങൾക്ക് അടിമാലിൽ ഞങ്ങൾ 10 സെന്റ് സ്ഥലം മേടിച്ചു. എൻ്റെ താലിമാല പണയം വെച്ചിട്ടാണ് 7500 രൂപയ്ക്ക് പട്ടയമൊന്നും ഇല്ലാത്ത സ്ഥലം മേടിച്ചത്. ആ സ്ഥലത്തിലൊരു ഓങ്ങല് പോലെ പെര വെച്ച് കെട്ടി നാട്ടുകാരൊക്കെ കൂടി സഹായിച്ചാണ് ഒരു പെര ഉണ്ടായിരുന്നത്. എന്നിട്ട് ആ സ്ഥലം എൻ്റെ നാത്തൂനെ കെട്ടിക്കാൻ വേണ്ടി സ്ഥലം വിറ്റു. അമ്മച്ചിക്ക് 1 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു, അതും പട്ടയമൊന്നുമില്ല. അങ്ങോട്ട് പോക്കോ, ഞാൻ നിനക്ക് ആ പൈസ തന്നേക്കാം, അവളെ കെട്ടിച്ചു വിടണ്ടേ എന്ന് പറഞ്ഞു. നാത്തൂനെ കെട്ടിച്ചു വിട്ടു. എന്നിട്ട് ഞങ്ങൾ തറവാട്ടിലേക്ക് ആ സ്ഥലം കൊടുത്തിട്ട് പോവുകയും ചെയ്തു. ഞങ്ങൾക്ക് അതിൻ്റെ ഒരു വീതം തരുകയും ചെയ്തു. തറവാട്ടിൽ വെച്ചിന്റെ സ്ഥലം ഇപ്പൊ അതിനകത്ത് അമ്മച്ചി കിടപ്പുണ്ട്. നിങ്ങളുടെ ഭർത്താവിന്റെ അവിടുന്ന് അവര് സഹായിച്ചതാ? എന്താ പറയുന്നത് ഭർത്താവ് വർഗീസ്? എന്താ പറയുന്നത്? പുള്ളിക്ക് ഇപ്പൊ പുള്ളിയൊന്നും പറയണില്ല. എനിക്ക് ഇനി 3 പിള്ളേരില്ലേ, പിള്ളേരെ പഠിപ്പിക്കണം, എനിക്ക് എന്റെ വീതം കിട്ടണം. എനിക്ക് എന്റെ അപ്പന്റെ വീതം കിട്ടിയിട്ടില്ല, അമ്മയുടെ വീതം കിട്ടില്ല, എല്ലാം ആങ്ങളുടെ വരെ എന്നെ അറിയിച്ച പോലും അവർ സ്ഥലം എഴുതി വെച്ചത് പോലും അറിയിച്ചില്ല. എന്റെ ഒപ്പം സമ്മതം ഒന്നും കൂടാണ്ട് അവർ എഴുതി വെച്ച് ഞാൻ ഒരു വാക്ക് പോലും അറിഞ്ഞില്ലായിരുന്നു. എന്റെ സ്ഥലം എഴുതി വെച്ചത് പോലും. ഞാനൊരു മകളല്ല. നിങ്ങളുടെ ആങ്ങളുടെ കല്യാണത്തിന് കൂടിയില്ലെങ്കിൽ മരിച്ചതായിട്ട്? ഞാനും എന്റെ ഭർത്താവും വണ്ടി ഇടിച്ച് മരിച്ചതായിട്ട് പറയുന്നു ഇവര് മക്കളോട് പറഞ്ഞു. മക്കളൊക്കെ അവിടെ അല്ലായിരുന്നോ? മക്കളോട് പറഞ്ഞു. മക്കളെ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു, മമ്മി ഇങ്ങനെയൊക്കെയാ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ അന്നും വീട്ടിൽ കിടന്ന് എന്റെ ഭർത്താവ് പറഞ്ഞായിരുന്നു കല്യാണത്തിന് അവരെന്നാലും എന്ന് പറഞ്ഞു. എന്റെ ഭർത്താവ് വീട്ടിൽ ചെന്ന് കല്യാണം കൂടാൻ ചെന്നപ്പോൾ എന്റെ അമ്മ ഭർത്താവിനോടൊന്നും മിണ്ടിയൊന്നുമില്ല. അപ്പൊ അതിനു മുൻപേ തന്നെ ഇവർക്ക് പ്രശ്നങ്ങൾ തുടങ്ങി കഴിഞ്ഞു, നിങ്ങളോടുള്ള വിരോധം തുടങ്ങി? എന്നെ വിളിക്കാറൊന്നുമില്ല മേഡം. 8 വർഷമായി ഞങ്ങൾ കർണാടകത്തിന് പോയിട്ട്. എന്നെ വിളിക്കാറോ അങ്ങോട്ട് വരാറോ എന്റെ ആങ്ങളെ വിളിക്കാറോ ഒന്നുമില്ല. കല്യാണ ശേഷമാണ് ഞങ്ങളെ വിളിക്കണേ. രജിസ്റ്ററൊക്കെ കഴിഞ്ഞ് കല്യാണത്തിന് ചെല്ലാൻ വേണ്ടി. നാത്തൂനെ കാണണമല്ലോ അവർക്ക്, അന്നേരം വിളിച്ചു. വർഗീസ് പോയതിനു ശേഷം ഇവരെ നോക്കിയതും എല്ലാം ഈ ഉണ്ണി എന്ന് പറഞ്ഞ ആങ്ങളെയാണ് ഇവരെ നോക്കിയൊക്കെ സംരക്ഷിച്ചോണ്ടിരുന്നത് അല്ലേ? സംരക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അവന് ഡ്രൈവിംഗ് സ്കൂൾ നടത്തി. അവന് 10-15 രൂപ ശമ്പളം ഉണ്ടായിരുന്നു മൂത്തവന്. അവൻ 2 വർഷം അവിടെ ജോലി നോക്കണ്ടായിരുന്നു കോളഞ്ചേരില്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ +1 പഠിക്കുമായിരുന്നു. ചോദിക്കുമ്പോ കാശ് അയച്ചു കൊടുക്കുമായിരുന്നു. എന്റെ ATM അവന്റെ കയ്യിലാണ് ഇരിക്കണത്. കാശിട്ട് കൊടുക്കും കൊച്ചിന് പഠിക്കാനായിട്ട്. പിള്ളേർക്ക് ആവശ്യത്തിന് കാശ് അയച്ചു കൊടുക്കാറുണ്ട്. അല്ല ആർക്ക് പഠിക്കാനും ഒക്കെ? അല്ല അമ്മയെ സഹായിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ അവിടെ വീട്ടില്? അമ്മേനെ സഹായിക്കുമ്പോ അമ്മയുടെ കൂടെ ഒരാളുണ്ട്, 2ാമത് ഭർത്താവ്. അയാള് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നടപടി എടുക്കുന്ന ആളാണോ? അയാൾ ഒറ്റ ഒരുത്തംകാരനാണ് എനിക്കൊന്നും കിട്ടാണ്ടാക്കിയത്. ഇപ്പൊ എത്ര കൊല്ലം അയാൾ കൂടിയിട്ട്? അയാൾ കൂടിയിട്ട് ഏതാണ്ട് ഒരു 5-8 വർഷം കഴിഞ്ഞു. അപ്പൊ അതിനുശേഷമാണ് ഇവരിൽ ഈ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ. അയാൾക്ക് വേറെ കുടുംബമൊക്കെ ഉള്ള? വേറെ കുടുംബമൊക്കെ ഉള്ള 2 മക്കളും ഉണ്ട്. ഉള്ള ആളാണ്. പുള്ളി മുസ്ലിം സമുദായത്തിൽ പെട്ടതാ. നല്ല സ്വഭാവമൊക്കെ ഉള്ള ആളാണോ? നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് വീട്ടിട്ടൊന്നും ചെല്ലാൻ പാടില്ല മാഡം. നമുക്കവിടെ ഒരന്തി കിടക്കാനൊന്നും വിടൂല. സ്വഭാവ ദൂഷ്യമുണ്ട് അയാൾക്ക്. അയാൾ വേറെ ഏതെങ്കിലും കേസിൽ പ്രതിയോ മറ്റോ ആണോ? നേരത്തെ കഞ്ചാവ് കേസിൽ പ്രതിയായിരുന്നു. അയാൾക്കും അയാളുടെയും കൂടെ ഒരു സപ്പോർട്ടുണ്ട് സ്ത്രീക്ക് ഇത് കൊടുക്കണ്ടെന്ന് പറയുന്നില്ലല്ലേ? പിന്നെ വർഗീസും മക്കളും ഒക്കെ വന്നിട്ടുണ്ടോ? മക്കള് വന്നിട്ടില്ല, ഭർത്താവ് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ അമ്മ ഇവിടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ? അമ്മ ആങ്ങളെയൊക്കെ വന്നിട്ടുണ്ട്. അവരെ വിളിച്ചു നോക്കാം അല്ലേ സാർ? സാർ അതാണ് പൊന്നമ്മ, ലിസിയുടെ അമ്മ. ഇത് ഉണ്ണി, അനിയനാണ് വർഗീസ്. ലിസിയുടെ ഇവിടുത്തെ പരാതി അറിയാലോ പൊന്നമ്മയ്ക്ക്? അറിയാം.
പരാതി എന്ന് പറഞ്ഞാൽ ഒരു വിഷമമായിട്ടാ. നിങ്ങളെ കുറിച്ച് വേറെ പരാതികളൊന്നും അല്ല പറഞ്ഞത്. 3 മക്കളായി, അവര് ദൂരെ എവിടെയോ പോയി കഷ്ടപ്പെട്ടാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിന്നാ കുഞ്ഞുങ്ങൾ വളർന്നത്. ഇപ്പൊ 2 മക്കളെ ഉള്ളൂ. 3 പേരുണ്ടായിരുന്നതിൽ ഒരാള് അപകടത്തിൽ മരിച്ചുപോയി. അപ്പൊ ഇപ്പൊ അവർക്കൊരു പെൺകുഞ്ഞുണ്ട്. നിങ്ങൾ അമ്മയെന്നുള്ള നിലയ്ക്ക് അവർക്ക് കൊടുക്കാനുള്ളൊരു വീതം കൊടുക്കാൻ എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് എന്നോട് വിരോധം എന്നുള്ളതാ ചോദിക്കുന്നത്. എന്നാന്ന് വെച്ചാ എന്റെ വീതം, എന്റെ അപ്പനായിട്ടുള്ള വീതം 7 സെന്റ് ഭൂമി എനിക്കുള്ളൂ. ബാക്കി 4 മക്കളുടെ വീതം ഇവൻ കാശ് കൊടുത്ത് മേടിച്ചു. കാശ് കൊടുത്ത് മേടിച്ചതാണ്. അപ്പൊ എന്റെ 7 സെന്റ് ഭൂമിയുടെ പകരം ഇവർക്ക് ഞാൻ ഇവിടെ കെട്ടിച്ചേക്കണ അടിമാലിലാണ് 10 സെന്റ് ഭൂമിയും അതിലൊരു പെരയും വെച്ച് കൊടുത്തായിരുന്നു. ആണോ? ആണ്. അത് അവരുടെ അവിടുന്ന് ഉള്ള പൈസക്ക് താലി പണയം വെച്ചു നോക്കാൻ അത് അവര് നുണ പറയണാണ്. നിങ്ങൾ എന്നെ കൊടുത്തതാ? ഞാൻ തന്നെ കൊടുത്തതാ. ഞങ്ങൾ പണിയെടുത്ത കാശും കൊണ്ട് 10 സെന്റ് ഭൂമിയും, എനിക്ക് 7 സെന്റ് ഉള്ളൂ, 10 സെന്റ് ഭൂമിയും അതിലൊരു പെരയും വെച്ച് കൊടുത്തതാണ്. അത് പട്ടയൊന്നും ഇല്ലാത്തൊരു ഭൂമിയാണ്. പട്ടയൊന്നും ഇല്ലാത്ത ഭൂമിയൊന്നും അല്ല. പിന്നെ ഇവര് വിറ്റ എങ്ങനെയാ പട്ടയം ഇല്ലാത്ത ഭൂമിയാണെങ്കിൽ? ഞാനൊരു ഇക്കായോട് മേടിച്ചതാ. സത്യമാണോ ലിസി? ഇല്ല മാഡം, ഇപ്പൊ പറഞ്ഞ മൊത്തം നുണ. ഇപ്പ പറഞ്ഞത് ഇവരാരോട് മേടിച്ച് തന്നു എന്നുള്ളതും എവിടെ നിന്ന് മേടിച്ചു എന്നാ ഇവര് പറയട്ടെ. ബ്രായിക്കോടാ മേടിച്ചത്. ബ്രായിക്കോട്. അവിടെ അടിമാലില്ല, ഇവിടെ കെട്ടിച്ചേക്കണേ അടിമാലില്ല. അവിടെ നിന്നാ മേടിച്ച ഇരുമ്പുപാലം കഴിഞ്ഞ പടിക്കപ്പ് കഴിഞ്ഞ പരിസക്കല്ലിലാണ് ഇവര് താമസിക്കുന്നത്. അവിടെയാണ് മേടിച്ചത്. ഇക്കയുടെ വീട്ടുപേരൊന്നും എനിക്കറിയില്ല. ഇവിടെ കെട്ടിച്ചേക്കണ അവിടെയാണ്. അപ്പൊ അവിടെ മേടിച്ചു കൊടുത്തതാ. അതിൽ പെരയും വെച്ചു കൊടുത്തു. അത് ആ സ്ഥലം വിറ്റതെന്ന് വെച്ച് കഴിഞ്ഞാൽ അളിയന് ഇളയ പെങ്ങളുണ്ടായിരുന്നു. ഇളയ പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് അളിയൻ്റെ അമ്മ പറഞ്ഞ് അപ്പം നീയും കൂടി സഹായിച്ചാൽ മാത്രമേ പെങ്ങളെ കെട്ടിച്ചു വിടാൻ പറ്റുള്ളൂ. പെങ്ങൾക്ക് ഇത്ര പ്രായമായിരുന്നു, 10-26 വയസ്സായിരുന്നു. അപ്പോൾ വേറെ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് കൊണ്ടാണ് ആ സ്ഥലവും പേര് നീ വിൽക്കുവാണെങ്കിൽ നിൻ്റെ വീടിക്കുന്ന തറവാടും സ്ഥലവും നിൻ്റെ പേരിലേക്ക് എഴുതി തരാമെന്ന് പറഞ്ഞാണ് അളിയമ്പള്ളി ആ സ്ഥലവും പേരെയും വിറ്റ് ഞങ്ങളെ പോലും അറിയിക്കാതെ ആ സ്ഥലം അവർ വിറ്റു. അപ്പോൾ കുഴപ്പമില്ല. ആ വിറ്റ് കഴിഞ്ഞ് പിന്നീടാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ സംഭവം അറിയണത് തന്നെ. അപ്പോൾ ആ സ്ഥലവും പേരെയും വിറ്റിട്ടാണ് അളിയമ്പള്ളി അവിടെ തറവാട്ടിൽ പോയി താമസിച്ചു. തറവാട്ടിൽ പോയി അമ്മയുടെ അടുത്ത് പോയി താമസിച്ചു. അപ്പൊ പേര് സ്ഥലം വിറ്റല്ലോ. അപ്പൊ ആ തറവാട്ടിൽ കൊടുക്കാന്നും പറഞ്ഞല്ല അമ്മ വിളിച്ച് അവിടെ കൊണ്ടുവന്ന് താമസിച്ചത്. അങ്ങനെ കഴിഞ്ഞപ്പോൾ അളിയമ്പള്ളി ഒരു മുറിയും കൂട്ടി എടുത്തു, ഒരു ബാത്റൂം ഇല്ല. അതിന് ഞാൻ സഹായിക്കാനും പണിയൊക്കെ എടുക്കാനും ഇടയ്ക്ക് ഞാൻ പോവുകയും ചെയ്തു. ഞാൻ അവിടെ പണിത് പോവാ. അപ്പൊ അങ്ങനെ അളിയമ്പള്ളി അത് ചെയ്തു. പിന്നീട് അത് അളിയനും അമ്മ എല്ലാവരും കൂടി ബഹളം ഇടിയും തമ്മത്തെല്ലാം ഉണ്ടാക്കി ലാസ്റ്റ് എല്ലാവർക്കും വീതം വേണമെന്ന് പറഞ്ഞു. അപ്പം അളിയന് ഒരു ചേട്ടനും ഉണ്ട്, 2 പെങ്ങന്മാരും ഉണ്ട്. അപ്പം എല്ലാവർക്കും വീതം വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പ്രശ്നമായി, അടിയായി. പിന്നെ ഇവിടെ എന്നിട്ട് ആ തറവാട് നിൽക്കണ തറവാടും സ്ഥലവും വിറ്റു. അപ്പം എന്നാൽ ഇവർക്ക് 4 പേർക്ക് വീതം വെച്ചു. അപ്പം അളിയമ്പള്ളി പറഞ്ഞു, അപ്പം ഞാനൊരു മുറിയും ഒരു കക്കൂസും പണിതുണ്ട്, അതിൻ്റെ പൈസ എനിക്ക് വേണം, ആ പൈസയും എനിക്കുള്ള വീതവും വേണമെന്ന് പറയും. അതുപോലെ തന്നെ അമ്മ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഇവർ എന്നിട്ട് വേറെ അവിടെ അടുത്ത് ഇച്ചിരി മാറി 500 മീറ്റർ മുമ്പോട്ട് മാറി ഒരു 10 സെന്റ് സ്ഥലവും മേടിച്ചു. അമ്മയും കൂടിയാണ് ഈ സ്ഥലം മേടിച്ചത്. അപ്പം അമ്മയും അളിയമ്പള്ളിയും പൈസ എടുത്ത് അവിടെ പറഞ്ഞു. അപ്പം 2 പേരിലും കൂടെ പേരിലാണ് ആ സ്ഥലം പരിചരിക്കണത്. അങ്ങനെയാണ്. അതിൽ പിന്നെയും അമ്മ കുറച്ച് നാൾ പിന്നെയും പ്രശ്നങ്ങളൊക്കെ ആയി. അമ്മയെ പോലും പ്രശ്നങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അളിയമ്പള്ളി കർണാടകയ്ക്ക് പോയത്. ഒന്ന് കഴിഞ്ഞിട്ട് അവരവിടെ ജോലിക്ക് പോകുന്നത്. അപ്പൊ പിള്ളേരാണെങ്കിൽ അങ്ങോട്ട് മാറി ഇങ്ങോട്ട്. അപ്പൊ അളിയമ്പള്ളി ഒരു സ്ഥലത്ത് പോലും സ്ഥിരമായിട്ട് നിൽക്കൂല. ഇലകളിൽ തമ്മത്തുള്ളിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ വിട്ടുപോകും. അപ്പൊ പിള്ളേർ നമ്മുടെ അടുത്താണ് എന്തായി 3 പേരും. അപ്പൊ മൂത്തവൻ +2 കഴിഞ്ഞു. അവൻ എന്നിട്ട് 2 വർഷക്കാലം ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചിട്ട് അവന് 10 മാസം ഡ്രൈവിംഗ് സ്കൂളിൽ ആസാനായിട്ട് പോവുകയും ചെയ്തു. അപ്പൊ ആസാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നീ കിട്ടുന്ന പൈസ കളയണ്ട, അമ്മയുടെ ഏൽപ്പിക്കുക. 1000 രൂപ അമ്മ എനിക്ക് വേണം, എനിക്ക് അത്യാവശ്യ ചെലവുകൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് 1000 രൂപ അവൻ പിടിച്ച് ബാക്കി അമ്മയുടെ പൈസ കൊടുത്ത്. പക്ഷെ അവൻ 10 മാസവും അമ്മയുടെ കൃത്യമായിട്ട് അവൻ പൈസ കൊടുക്കുകയും ചെയ്തു. 1000 രൂപ പിടിച്ചിട്ട് അവൻ്റെ ചെലവ് കാശം കഴിഞ്ഞു. എന്നിട്ട് അമ്മ എന്നിട്ട് ആ 10 മാസം പണിയെടുത്ത കാശിന് അതിൻ്റെ ഇരട്ടി പൈസ ചേർത്ത് അവന് എന്നിട്ട് എത്ര പവൻ മേടിച്ച 1.5 പവൻ മാല മേടിച്ചു. അവൻ്റെ ആഗ്രഹമായിരുന്നു ഒരു മാല മേടിക്കുന്നവർ. അങ്ങനെ 1.5 പവൻ്റെ മാല മേടിച്ചു ഒരുപാട് കൊടുത്തു. അങ്ങനെ പിന്നെ ഇളയ പെങ്കൊച്ചന് 1.5 പവന്റെ മാല മേടിച്ചു കൊടുത്തു. അതില് ഒരു മൊബൈലും മേടിച്ചു കൊടുത്തു.
എന്നിട്ട് ITC പഠിപ്പിക്കാൻ 2 വർഷം ITC പഠിക്കും. മെക്കാനിക് ഓട്ടം, മറ്റേ ഈ കാർ സർവീസിൻ്റെ ഓട്ടോമൊബൈൽ അവിടെ പുത്തൻകുരിശിലാണ് പഠിപ്പിച്ചത്. അപ്പം അന്നേരം ആദ്യം 20,000 കെട്ടി 1 വർഷം പൂർത്തീകരിച്ച് 2ാമത്തെ വർഷം കിടക്കുമ്പോഴാണ് എനിക്കൊരു കല്യാണം വന്ന് കാര്യങ്ങൾ വന്നത്. അപ്പോൾ അവനെയും പഠിപ്പിച്ച് ഞങ്ങൾ അത്രയും 20,000 കൊടുക്കും. മാസം 5,000 4,000 ഫീസായിട്ട് കൊടുക്കുകയും ചെയ്യണം. പിന്നെ അവൻ പറഞ്ഞ് അങ്ങനെ എനിക്ക് ബസ്സിന് പോയിട്ട് വരാൻ എന്നെ കൊണ്ട് പറ്റില്ല. പുത്തൻകുരിശ് എന്ന് പറഞ്ഞാൽ 6 കിലോമീറ്റർ പോയാൽ വരാം വീട്ടിൽ നിന്ന് പുത്തൻകുരിശിലേക്ക്. അപ്പോൾ ബസ്സിന് പോകാൻ പറ്റില്ല, അവനൊരു ബൈക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് 2ാം അച്ഛനുണ്ട്. 2ാം അച്ഛനും എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു എന്നാൽ നമുക്കൊരു ബൈക്ക് മേടിക്കാമെന്ന് പറഞ്ഞ് ചാച്ചൻ്റെ പേരിൽ TC അടവെടുത്ത് 20,000 മുടക്കി ഒരു പൾസർ പള്ളിക്ക് മേടിച്ചു കൊടുത്തത്. ആ പൾസർ ഇപ്പോഴും വീട്ടിലും ഉണ്ട്. വെറുതെ ഇരിക്കുക അല്ല, വെറുതെ ഇരിക്കുക. അവിടുന്ന് ആ കുട്ടികൾ പഠിക്കാതെ നിങ്ങളെ ഇറക്കി വിട്ടതാണോ? ഇറക്കി വിട്ടതല്ല, ഇവര് ഇറക്കി വിട്ടല്ല. ഇറക്കി വിടുന്നതാണെങ്കിൽ നമ്മൾ എത്രയോ നാൾ പിള്ളേർ പഠിച്ചു തന്നെ പണ്ടേ ഇറക്കി വിടേണ്ടതല്ലേ നമുക്ക്. അത് മാത്രമല്ല എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തായാലും പിള്ളേർ പോകണം, എൻ്റെ കുടുംബത്തിന് പോകണം. അത് ശരിയാണ്. കാരണം ഞാനിപ്പോൾ ഒരു പെണ്ണ് കെട്ടി, ഇനിയിപ്പോൾ എനിക്ക് പിള്ളേരായി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ പിള്ളേരെ എനിക്ക് കുടുംബമായിട്ട് എനിക്ക് കഴിഞ്ഞ് പോകണം. അപ്പോൾ അതുകൊണ്ട് പിള്ളേർ എന്തായാലും ഒരു ജോലി, അപ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. 3 പേര് ഇവിടെ നിന്നല്ല. അപ്പോൾ അവർ ഒരു ഭാവിയിൽ പഠിച്ച് ഉയർന്ന് ഒരു ജോലിയായി കഴിഞ്ഞപ്പോൾ അവരുടെ പാട്ടിന് പോകണമെങ്കിൽ കുഴപ്പമില്ല. ഈ മൂത്തവന് ITC 9 മാസത്തോടെ പഠിച്ചാൽ മതി. അവന് പഠിത്തം കഴിഞ്ഞിട്ട് അവന് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞാൽ അവന് കർണാടകയിൽ അപ്പൻ്റെ അമ്മ എടുത്ത് പോയാൽ ഏത് കാർ സർവീസിൽ പോയി അവന് ജോലി കയറാം. നമ്മുടെ വഴിയിലേക്ക് പൈസ തരും, ഒന്നും വേണ്ട, അവൻ ആ വഴിക്ക് പോവുകയും ചെയ്യാം. 2ാമത്തൻ ഫസ്റ്റ് ഇയറും കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ആയി. അവൻ സെൻറ്റ് ബേസിൽ കോളേജിൽ കോളഞ്ചേരിലാണ് പഠിക്കുന്നത്. എൻ്റെ കൂടെയാണ് ഒന്ന് രാവിലെ പോകണം. അവന് 9 മണിക്ക് ക്ലാസ് തുടങ്ങും. അപ്പം ഞാൻ 3000 ടൈൽസ് രാജസ്ഥാൻ മാർബിളിൽ വർക്ക് ചെയ്യാം. ഞാൻ ലോഡറാണ്, സെയിൽസായിട്ട് അവിടെ ലോഡ്, അപ്പോൾ കണ്ടെയ്നർ ലോഡൊക്കെ വരുമ്പോൾ ഇറക്കും കയറ്റി വിടുക, വില പറഞ്ഞ് കച്ചവടം ചെയ്യുന്ന പരിപാടിയാണ് മുഴുവൻ. അപ്പം ഞാൻ 8:45 വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ 10 മിനിറ്റും കൊണ്ട് കോളഞ്ചേരിയിൽ വരും. അപ്പോൾ അവിടെ നിന്ന് ബൈക്ക് അവിടെ വെച്ചിട്ട് ഞാൻ നേരെ 3000 ബസ് കയറി പോകും. തിരിച്ച് ഓണർക്കടെ കാറിന് നേരെ കോളഞ്ചേരിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബൈക്ക് കൊടുത്തുകൊണ്ട് വരും. ഒന്നും അങ്ങനെയാണ് ഫസ്റ്റ് ഇയറിൽ ക്ലാസ് തീർന്നവർ അവനെ കൊണ്ടുവന്നാക്കിക്കൊണ്ടിരുന്നത്. വൈകുന്നേരം അവൻ ബസ്സിന് പോരും. അങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെ. അപ്പോൾ സെക്കൻഡ് ഇയർ ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ കല്യാണം മെയ് 1-ാം തീയതി നടന്നത്. അപ്പം അതിന് മുമ്പ് പിള്ളേർ 2 പേരും പറഞ്ഞ് അങ്കളെ ഞങ്ങൾ 2 മാസം അവധിയുണ്ട്, സ്കൂളവധി ആണല്ലോ 2 മാസം, അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് എന്നോട് നേരത്തെ പറഞ്ഞു. ശരി നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. മൂത്തവൻ പറഞ്ഞു ഞാൻ പോകില്ല, അവൻ ITC ഒന്നും ക്ലാസ്സും ഉണ്ട്, അവന് ചിലപ്പോൾ ശനിയാഴ്ചയൊക്കെ ക്ലാസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവൻ പോയില്ല. എന്നിട്ട് പിറ്റേ ദിവസം ഇവർ ആരും ഒന്നും മിണ്ടാതെ കൂടി ആൾ പോവുകയും ചെയ്തു. പിന്നെ പെങ്കൊച്ച് മാത്രം ഞാൻ പ്ലേറ്റ് എണീറ്റില്ല, ഞാൻ ഇച്ചിരി ആയിരുന്നു. അപ്പോൾ ഇളയ കൊച്ച് പൊന്നുവിനാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ പൊന്നു വന്നിട്ട് വിളിച്ച ഞങ്ങൾ പോവാട്ടോ എന്ന് പറഞ്ഞു. ശരി. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷ, അലമ്പിലും പെങ്ങളും പറഞ്ഞ് അതിൻ്റെ പിറ്റേന്ന് ദിവസം ചൊവ്വാഴ്ചയ്ക്കാണ് പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ അവർക്ക് എന്തോ ഒരു ഇതായത് കൊണ്ട് അവർ തിങ്കളാഴ്ച രാവിലെ 7 ആയപ്പോൾ തന്നെ പോയി. അവർ പോയതിന്റെ കാരണം അപ്പോഴാണ് യാദൃശ്യമായിട്ട് എന്നിട്ട് പിന്നെ മൂത്തവൻ പ്രമാണം കണ്ടു, അത് ഉണ്ണിയുടെ പേരിലാണ് എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്, എനിക്കൊന്നും എൻ്റെ അമ്മ എനിക്ക് ഒന്നും തന്നില്ല എന്നുള്ള വിഷമത്തിൽ പോയതായിട്ടാ അവര് പറയുന്നത്. അവർക്ക് തന്നില്ല, അവർക്ക് വിഷമത്തിൽ പോകുന്ന. മേഡത്തിന് കേൾക്കണോ, മൂത്ത മോനുണ്ടായി, അന്നേരം എൻ്റെ കെട്ടിവണ്ടിയാന്ന് പറഞ്ഞു, ഇപ്പോഴത്തെ കെട്ടിവണ്ടിയാന്ന് പറഞ്ഞു. 2ാമത്തെ മോനുണ്ടായി, അവിടുത്തെ അയലക്കങ്കാരൻ്റെ ഒരു ന്ന് പറഞ്ഞു. 3ാമത്തെ മോളുണ്ടായി, അത് ഞങ്ങളുടെ ഇപ്പം വീട്ടിലുള്ള അയലക്കത്തങ്കാരി. 3 കൊച്ചങ്ങളും അവൻ്റെ അല്ല. അവന് ഓരോ കൊച്ചങ്ങളെയും ഓരോ സ്ഥലത്തേക്ക് മാറ്റി, അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി. ഞങ്ങൾ ഈ 3 മക്കളെ, മൂത്ത മോന് 2000 രൂപയായി മെഡിക്കലിൽ പ്രസവത്തിന്. ഇവൻ്റെ ആൾക്കാരോ ഒരു മനുഷ്യരില്ലായിരുന്നു. ഞാനും എൻ്റെ കെട്ടിയോനും ഈ കൊച്ചും ഉണ്ടായിരുന്നുള്ളൂ. ഇവരിങ്ങനെ പറയണ്ടല്ലോ, 2ാമത്തെ കൊച്ചിന് 3000 രൂപയായി മെഡിക്കലിൽ. ഒരു മനുഷ്യരും ഇല്ലായിരുന്നു ഇവൻ്റെ ആൾക്കാർ, ഒറ്റ മനുഷ്യരും. 3ാമത്തെ ഓപ്പറേഷൻ ആയിരുന്നു, 15,000 രൂപയായി. എന്നിട്ട് എൻ്റെ കഴുത്തേ കിടന്ന മാല വിറ്റ് 1,000 രൂപ ഞങ്ങൾ തുരുക്കൂട്ടി വെച്ചായിരുന്നു. അന്ന് എന്നെ 16 കൊല്ലം മുമ്പ് എന്നെ വിറ്റാ കിട്ടണേ. അയിലക്കം വഴി വന്ന് തെണ്ടിന്ന് പറഞ്ഞോണം നടന്നു. 15,000 രൂപ ഒരാഴ്ച കൊച്ച ചില്ലുകൂട്ടിനകത്ത് കിടന്നു. തെണ്ടിന്ന് പറഞ്ഞ ഇവരാരും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ പ്രസവത്തെ ഓപ്പറേഷൻ ആയിരുന്നു, ആരും നോക്കാനില്ല, 2ാമത്തെ പ്രസവത്തിന് നിർത്തിക്കോളാൻ പറഞ്ഞല്ലേ, നിങ്ങൾ നിർത്തിയില്ല, 3ാമത്തെ പ്രസവത്തിന് അങ്ങ് നിർത്തിയേരേട്ടോ സാറേ എന്ന് പറഞ്ഞ് ഞാനൊരു ഒപ്പും വെച്ചു കൊടുത്തു. ഞാൻ ഒപ്പ് വെച്ച് കൊടുത്താൽ നിർത്തിയത്. അതും അവളെ 2 മാസം ഗുളി മാറിയപ്പോൾ ഇവരവളെ കളയാനായിട്ട് ഹോസ്പിറ്റലിൽ പോയി.